വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖാഫിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. ഖാഫ് സൂറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഓതിയിരുന്നതാ. കാരണം അതിനൊരു കാരണം പറയുന്നത് അതിലെല്ലാം ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. എല്ലാം ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞാൽ പരലോകമുണ്ട്, തൗഹീദുണ്ട്, റിസാലത്തും പിന്നെ അതുപോലെ മനുഷ്യ സൃഷ്ടിപ്പും എല്ലാം ഉണ്ട്. പ്രത്യേകിച്ചും ഈ പരലോകം പറയുമ്പോഴാണ് ആൾക്കാർക്ക് എപ്പോഴും ഈ ഒരു ഇടങ്ങേറുണ്ടാക്കുക, ഭയങ്കരമായിട്ടുള്ളൊരു പ്രയാസം ഉണ്ടാക്കൽ. കാരണം ആർക്കും അങ്ങനെ ഒരു ലോകത്ത് വരാൻ ആർക്കും താല്പര്യമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ശരിക്കും സ്വർഗ്ഗമുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആരെങ്കിലും മുമ്പ് പോയിട്ട് വിചാരണക്ക് നിന്ന് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവോ? ഇല്ല. നമുക്ക് പോലീസുകാർ മുമ്പ് തന്നെ പോകാൻ പേടിയാണ്, വെറുതെ കുറേ ചോദ്യം ചോദിക്കുന്നവർ, അങ്ങനെ നമ്മൾ പറയില്ലേ. അപ്പോൾ പോലീസ് ആയതുകൊണ്ടാണ്. അത് മാത്രമല്ല, നമ്മളെ ന്യൂനത വെളിപ്പെടുമോ അല്ലെങ്കിൽ ആ ഒരു വിഷയം കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മളാകെ മാനം കെടുത്തുക എന്നുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് പരലോകത്തേക്ക് ആൾക്കാർക്ക് വരാൻ താല്പര്യമില്ലാത്തൊരിത്. ഈ നമ്മൾ ഈ ദഅവത്തിനൊക്കെ പോകുന്ന സമയത്ത്, മുസ്ലിങ്ങളുടെ ദഅവത്തിനൊക്കെ പോകുന്ന സമയത്ത് അപ്പോഴും നമുക്ക് മനസ്സിലാവും ഈ പരലോകം പറയുമ്പോഴാണ് ഇവർക്ക് ഭയങ്കര പേടി ഉണ്ടാകുക. ആദ്യമൊക്കെ അപ്പോൾ അങ്ങനെ കേട്ടു, ചില ആൾക്കാർ ഭയങ്കര പേടിച്ച് അപ്പോൾ തന്നെ നമ്മളോട് എന്ത് ചെയ്യും, ചിലപ്പോൾ പ്രതികരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അങ്ങനെയൊക്കെ പ്രശ്നമാണല്ലേ എന്നൊക്കെ അവരെ കണ്ണിൽ കാണാൻ പറ്റും നമുക്കത്. ഒരു പ്രാവശ്യം ഞങ്ങൾ വളരെ ദൂരെ തെക്കൻ ജില്ലയിൽ ഇവിടെ ഒന്ന് ദഅവത്തിന് പോയ സമയത്ത് ഒരു നമ്പൂതിരിയെ കണ്ടു പള്ളിയിലെ, അമ്പലത്തിലെ. അപ്പോൾ നമ്പൂതിരിയെ കണ്ടപ്പോൾ മൂപ്പരോട് ഞാൻ സംസാരിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു, നാളെ ഒരു ലോകം വരാനില്ല. അപ്പോൾ ആ ലോകം വരാനില്ല എന്ന് പറഞ്ഞപ്പോൾ മൂപ്പരോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ വിശ്വാസം എന്ന് വെച്ചു. അപ്പോൾ ഇവരുടെ വിശ്വാസം എന്താണ്? ഇവിടെ പുനർജന്മം. അപ്പോൾ പുനർജന്മമായിട്ട് എന്താ സംഭവിക്കുക? അപ്പോൾ എന്തോ ആവാം നമ്മളെ ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അങ്ങനെ വെറുതെ ആ സമയത്ത് തോന്നിയൊരു തോന്നല, ഈ ലോകം അവസാനിക്കും ചോദിച്ചു ഇവരോട്. അവരുടെ ലോകം അവസാനിക്കും, ശരിയാണ്. അപ്പോൾ ഈ ലോകം അവസാനിക്കുമ്പോൾ ഇവിടെ മനുഷ്യൻ ഉണ്ടാവുമല്ലോ, കുറച്ച് ആൾക്കാർ, ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഓർക്കും വേണ്ട ഈ പുനർജന്മം, അതോടെ ഉണ്ടാവുക ചോദിച്ചു. അപ്പോൾ പറയാം, അതൊരു ലോകത്ത്, വേറെ ലോകത്ത്, അതാണ് പരലോകം എന്ന് പറഞ്ഞത്. അത്രേ ഉള്ളൂ. അതൊരു ചിന്താ സമയത്ത് വന്നതാണ് നമുക്ക്. എന്തായാലും അങ്ങനെ അവർക്ക് ബോധ്യപ്പെടും ഓരോ രീതിയിൽ. നമ്മളോട് ഖുർആൻ പറഞ്ഞെങ്ങനെ കുറച്ച് സാധാരണ പോലത്തെ ഇങ്ങനത്തെ ഒരു ലോജിക്ക് തിന്നിട്ടല്ല. നമ്മളോട് ഖുർആൻ എപ്പോഴും സംസാരിക്കൽ എന്താ പറയുക, നമ്മൾക്ക് ഏറ്റവും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ലോജിക്ക് തിന്നിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും, എന്തിനാണ് നമ്മളോട് മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞത്? എന്തിനാ? എല്ലാം വെറുതെ പറയേണ്ട ആവശ്യമില്ലോ, നമുക്ക് അറിയേണ്ട ആവശ്യം, നിങ്ങൾക്ക് ആർക്കും അറിയേണ്ട ആവശ്യമുണ്ട് നിങ്ങളെ സൃഷ്ടിപ്പ് ഇങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. ശരിക്കും നമ്മളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലില്ല. അത് ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله. ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആദ്യം എന്ത് ചെയ്തു, നുത്ഫത്തുണ്ടാക്കി, നുത്ഫത്തിനെ അലക്കത്താക്കി, അലക്കത്തിനെ മുളഅത്താക്കി, മുളഅത്തിനെ ഇളാമാക്കി, പിന്നെ അതിനെ ഇളാമിനെ വീണ്ടും പൊതിഞ്ഞു, എന്ത് മാംസം കൊണ്ട് പൊതിഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ നമുക്കത് എല്ലാ മനുഷ്യന്മാർക്കും ഇങ്ങനെ ആവശ്യമുണ്ടോ? ഇല്ല, ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ അടുത്ത് ഖുർആനിൽ സൂറത്തുൽ ഖാഫ് ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇദാ മിത്നാ വ കുന്നാ തുറാബൻ ദാലിക റജുൻ ബഈദ്, ഈ ആയത്ത് കണ്ടത്. അത് ആളുകൾ പറഞ്ഞതാണ്, പ്രവാചകൻ്റെ കാലത്തും അല്ലെ എല്ലാ കാലത്തും പറയണ എന്ത്, നമ്മളിങ്ങനെ മണ്ണായതിനു ശേഷം പിന്നെ ഒരു മടക്കം എന്നുള്ളതൊരു പോസിബിൾ സംഗതിയാണ്. അതൊക്കെ വിദൂരമായിട്ടുള്ള സംഗതിയാണ്. അവർ നിലക്ക് ഇറ്റ്സ് ഇമ്പോസിബിൾ എന്നൊക്കെ പറയണേ, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ അതിന് ശേഷം പിന്നെ ഖുർആൻ കൊടുക്കുന്ന ഒരു ലോജിക്ക് ഉണ്ടല്ലോ. എന്താണ് അതിന് ശേഷം പറയുന്നത്? ഇപ്പം ഖുർആൻ തന്നെ സൂറത്തു ഇസ്രായേൽ ഇതേ ആയത്ത് വിഷയം പറയുന്നത്, വഖാലു ഐദാ കുന്നാ ഇളാമൻ വസുഖാതൻ ഇന്നാ ലമബഊസുൻ ഇന്നാ ലമബഊസുന ഖൽഖൻ ജദീദ്. പുതിയൊരു സൃഷ്ടിപ്പായിട്ട് വീണ്ടും. ഞങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ പരലോകത്ത് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നമ്മളുടെ രൂപം? ഇങ്ങനെ തന്നെ ആയിരിക്കും? അതൊക്കെ ഡ്രസ്സൊന്നുമില്ല, പക്ഷേ ഈ കോലത്തിലായിരിക്കുമോ? നരകത്തിൽ അത്യാവശ്യം നല്ല സൈസിലാണ് മനുഷ്യന്മാരിടുന്നുണ്ട്. പരലോകത്ത് മുഖം കുത്തി നടക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തോ ആവും, എന്തായാലും നമുക്കറിയില്ല, സംഗതി നമുക്കറിയില്ല. പക്ഷേ പലതും പോസിബിളാണ് നമുക്കറിയാം. മുഖം കുത്തിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവാം, സംസാരിക്കുന്നത് നമ്മുടെ തൊലികളായിരിക്കാം, സംസാരിക്കുന്നത് നമ്മളുടെ നാവാവൂല, ചിലപ്പോൾ സീൽ ചെയ്യും. കാരണം തെറ്റ് ചെയ്ത ആൾക്കാർ തെറ്റൊക്കെ നാവ് സീൽ ചെയ്യാം, അവൻ്റെ കൈകാലുകൾ സംസാരിക്കും, തൊലികൾ സംസാരിക്കും. എന്തോ അപ്പം നമ്മൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ
എന്താ പറയുക സെട്ടിപ്പും കാര്യങ്ങളും തന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ചോദിക്കാം, ഇപ്പോൾ ഇൻറ്റേർണൽ ഓർഗൻസ് ഉണ്ടല്ലോ നമ്മളുടെ കിഡ്നി, ലിവർ, ഈ ഒരു സംഗതിക്ക് ശരിക്കും പരലോകത്ത് ഒരു ആവശ്യകത ഉണ്ടോ? ഉണ്ടാവില്ല. ഉണ്ടാവാം, ഉണ്ടായിക്കൊള്ളുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല ഇല്ല. അപ്പോഴും ലിവറിൻ്റെയും കിഡ്നിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവുമെന്നല്ല, നോർമലി ബേസിക്കലി ലോജിക്കലി ആവശ്യം ഉണ്ടാവും. കാരണം നമ്മൾക്കെതിരെ സാക്ഷി പറയാൻ ലിവറും കിഡ്നിയും വേണ്ട, നമ്മൾ തൊലിനെ മതി, സാധാരണ തൊലിനെ മതി. അപ്പോൾ അങ്ങനത്തെ കുറച്ച്, അപ്പോൾ രൂപം എന്തുമായിരിക്കാം, ഏത് രീതിയിലായിരിക്കാം. നമ്മൾക്ക് ഏറ്റവും നല്ല ഭംഗി തരം എവിടെ വെച്ചാൽ സ്വർഗത്തിലാണ്, ആ സ്വർഗത്തിൽ. അപ്പോൾ അതിൻ്റെ മുമ്പ് അങ്ങനെ ആവണമെന്നില്ല, ഏത് രൂപത്തിലായിരിക്കാം. പക്ഷേ ഈ ആളുകൾ വേറൊരു സൃഷ്ടിപ്പായിട്ട് എങ്ങനെ ആയിക്കോട്ടെ, നമ്മളുടെ ചോദ്യത പുനർജീവിപ്പിക്കുമോ എന്നുള്ളതാണ്. പരലോകത്ത് പിന്നെ പുനർജീവിപ്പിക്കുമോ എന്നുള്ള ആ ചോദ്യം ഭയങ്കര ഒരു പ്രസക്തമാണല്ലോ. അപ്പോൾ ഖുർആൻ അങ്ങനെ സംസാരിച്ചിട്ട് ഖുർആനിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ആളുകൾ പറയുന്ന പല കാര്യങ്ങളും അവിടെ എന്താ പറയുക, അതിൽ സൂചിപ്പിക്കുന്നത് കുറേ വിഷയങ്ങൾ. ഇപ്പം വല്ലറബലന മസലൻ ഒരു ഉദാഹരണം കൊടുത്തു. വല്ലറബലന മസലൻ നസിയ ഖൽഖഹു, അവരെന്ത് ചെയ്തു, സിട്ടിപ്പിനെ തന്നെ മറന്നു കേട്ടോ. സിട്ടിപ്പ് തന്നിട്ട് പറഞ്ഞു എന്ത്, ഖാലമയ്യുഹി അൽ ഇളാമ വഹിയ റമീം. അപ്പം ഈ നമ്മളങ്ങനെ എല്ലും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് പോയതിന് ശേഷം നമ്മൾ ആരാ വീണ്ടും പുനർജീവിപ്പിക്കുക? ചോദ്യമാണ്. പക്ഷേ അതിന് മുമ്പ് പറഞ്ഞെന്താ, നസിയ ഖൽഖഹു, അവർ സ്വന്തം സിട്ടിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ സിട്ടിപ്പിനെ കുറിച്ച് എന്ത് ചെയ്യാണ്, അവർ മറന്നു. അപ്പോൾ അതൊരു ചോദ്യമാണെന്ന്. എന്നിട്ട് പടച്ചോൻ പറഞ്ഞെന്താ, ഖാല യുഹീഹ അല്ലദീ അൻഷാഹ അവ്വല മറ, ആരാണോ ആദ്യം ഉണ്ടാക്കിയത് ആ എന്ത് ചെയ്യും, വഹുവ ബിക്കുല്ലി ഖൽഖിൻ അലീം. പടച്ചോൻ ആ സിട്ടിപ്പിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാമെന്നാ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും സാധനം ടൈപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ടൈപ്പ് ചെയ്ത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഇത് സേവ് ചെയ്തിരിക്കുന്ന ഒരു വലിയ ഒരു പോവാതെക്കുന്ന, അതായത് സേവ് ചെയ്താൽ നഷ്ടപ്പെടാക്കുന്ന സോഫ്റ്റ്വെയർ ഏതാ എല്ലാവരും ഇട്ടേക്കണേ? ടെലഗ്രാമാണ്. ടെലഗ്രാമിൽ ഇട്ടേക്കും. അപ്പോൾ വെച്ചാൽ അതിൻ്റെ സെർവർ അങ്ങനെ നമുക്ക് എപ്പോഴും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ആൾക്ക് പറയും. അപ്പോൾ ഒരു തൽക്കാലം മനസ്സ് വെക്കാൻ വേണ്ടി പറഞ്ഞാട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തൊരായത്തിലും ഇതേപോലെ തന്നെ, ഖാലു ഐദാ മിത്ന വകുന്ന തുറാബൻ വഇലാമൻ ഇന്നാ ലമബൂസുൻ, നമ്മൾ എല്ലും മണ്ണൊക്കെ എല്ലൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോയിട്ട് എന്താ പറയുക, മനുഷ്യൻ ജീർണിച്ച് പോയിട്ട് മണ്ണും എല്ലും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെയും ജീവിപ്പിക്കപ്പെടുമെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ പറയുന്നതെന്നുള്ള ചോദ്യം, ഇതൊക്കെ കെട്ടുകഥകളാണെന്നുള്ള ആൾക്കാണ് എന്ത് ചെയ്യുക ആൾക്കാർ പറയാം. പക്ഷേ അവിടെ ഖുർആൻ നമ്മൾക്ക് തന്നിട്ടുള്ള ചില ചിന്തകളുണ്ട്. അതിലാദ്യം നമ്മളോട് പറഞ്ഞതറിയോ, സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി വഫി അംഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. നിങ്ങളെ ബോഡിയിലും സ്വന്തം ശരീരത്തിലും ചക്രവാളങ്ങളിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിക്കുന്നതാണ്. ഈ സ്വന്തം ശരീരത്തിലെ ദൃഷ്ടാന്തം നമ്മൾക്ക് ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടറിയോ, നമ്മൾക്കത് ഇന്നും ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ള അങ്ങനെ റിസർച്ച് നടത്താത്തതുകൊണ്ടാണ്. ഇപ്പം പ്രപഞ്ചത്തിൻ്റെ വലിയൊരു ചിത്രം കണ്ടു വിചാരിക്കുക, അത്യാവശ്യം നല്ലൊരു ചിത്രം കണ്ട് കുറേ നക്ഷത്രങ്ങളിലെ അത് കണ്ട് നമ്മളിങ്ങനെ നോക്കിക്കൂലേ, അതെന്തേ മനുഷ്യ ശരീരം കണ്ടാൽ നോക്കിക്കാത്തത്? അത്രക്ക് കോംപ്ലക്സാണ് മനുഷ്യ ശരീരം എന്നുള്ള ഒരു സംഗതി ഇപ്പോഴും ശാസ്ത്രം അംഗീകരിക്കുന്ന സാധനമാണ്. അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിക്കുന്നുള്ളതാണ്, ആ സംഗതിയിൽ ദൃഷ്ടാന്തം കാണിക്കുന്നുള്ളത്. ഇതെന്താ അറിയോ, ഇത് ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിലുള്ള ഒരു പാർട്ടാണ്. ഇത് 2016 ഈ ഒരു ഓർഗൻ കണ്ടെത്തുന്നത്. അതെ രസം, 2016 അധികമൊന്നും ആയില്ലല്ലോ, 2017 ഇൻഡസ്ട്രിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള നമ്മളെ വയറിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ചെറിയൊരു ഭാഗം, ഒരു പോർഷൻ. അതായത് ഇങ്ങനെ ഒരു ഓർഗൻ ഉണ്ടായിട്ട് അതുവരെ സയൻസ് അത് കണ്ടെത്തിയിട്ടില്ല എന്നുള്ള, അതായത് ഇത്ര കാലമായിട്ട് ഓട്ടോപ്സി നടത്തുന്നുണ്ട്, പോസ്റ്റ്മോർട്ടം നടത്തുന്നുണ്ട്, കീറി മുറിച്ചാണ് പരിശോധിക്കുക ഓട്ടോപ്സിയൊക്കെ എത്രയും ഫുള്ളായിട്ട്. ഇപ്പോൾ വിർച്വൽ ഓട്ടോപ്സി വരെ ആയി, കാലം മാറി. അപ്പോൾ എന്നിട്ടും അത്ര കാലമായിട്ട് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം കുറച്ചുകൂടി അടുത്ത കാലങ്ങൾ മാറിയല്ലോ. ഇതെന്താ പറയുക, ഇത് നമ്മളെ ഇവിടെയുള്ളൊരു ഗ്ലാൻഡാണ്, തൈറോയിഡിൻ്റെ അടുത്തുള്ള മറ്റൊരു ഗ്ലാൻഡാണ്. ഇത് കണ്ടെത്തുന്നത് 2020 കുറച്ചുകൂടി പുറത്തേക്ക് വന്നു. അപ്പം ശാസ്ത്രം കുറേ പുരോഗമിച്ചു. ഗ്ലാൻഡിൻ്റെ പേര് ഞാൻ മറന്നു, ഞാൻ കുറച്ച് മുമ്പ് എടുത്തതാണ്. എന്തായാലും നമ്മളുടെ ഇത് നമ്മളുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടല്ലോ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റൊക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്ന ഒരു ഗ്ലാൻഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതോട് കൂടിയിട്ട് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പിന്നെ എന്താ ചെയ്യുക, ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തൽ ഭയങ്കര സൂക്ഷ്മമായിട്ടാണ് ഈ ഗ്ലാൻഡ് കണ്ടെത്തിയതിന് ശേഷം. ഇതിനെ ബാധിച്ചിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ്.
നോക്കണ്ട, അതിന് പേരാ നോക്കാം. ഇതും അതേപോലെ 2026 കണ്ടെത്തിയത്. കൊല്ലം കൊല്ലം ഏകദേശം ഇതൊരു ക്യാവിറ്റിയാണ്, ഒരു വയറിൻ്റെ ഉള്ളിലെ ആ ഭാഗത്തുള്ള ഒരു ചെറിയൊരു ക്യാവിറ്റിയാണ്. അപ്പോൾ ഇത് സാധാരണ ഈ ആളുകൾ മരിച്ചതിന് ശേഷം ഈ ടിഷ്യൂസൊക്കെ ഒന്ന് ഇതായി പോവുമല്ലോ, ഒന്ന് ഷ്രിങ്ക് ചെയ്യും. അപ്പം ആ സമയത്ത് ഇത് ക്ലോസ് ആയി കിടക്കുകയാണ്, കണ്ടില്ല. പക്ഷേ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട് എന്നുള്ളത് ഇത് കണ്ടെത്തുന്ന എപ്പോഴാണ്. അപ്പോൾ ഓരോ സംഗതി ഓരോ കാലഘട്ടമാകുമ്പോഴും കണ്ടെത്തി നോക്കുക. ഞാൻ ഹൈദരാബാദിൽ പഠിക്കുന്ന സമയത്താണ് ഒരു ദിവസം പെട്ടെന്നൊരു ന്യൂസ് കാണുന്നത്. അപ്പോൾ ആ ന്യൂസ് കാണുമ്പോൾ അതിൽ നോക്കുമ്പം ഇതേപോലെ വലിയൊരു അത്യാവശ്യം വലിയൊരു ഓർഗൻ പോലെ ശരീരത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഓർഗൻ, അത് അപ്പോഴാണ് കണ്ടെത്തുന്നത്. അതിൻ്റെ ഫോട്ടോ പെട്ടെന്ന് കിട്ടില്ല. അതായത് വലിയ ഇത് കണ്ടിട്ടില്ല എന്ന് ഇത്ര കാലം ഡോക്ടേഴ്സ് കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം, പഠനം നടക്കാം, ഒരു മിസ്റ്റേക്കല്ല, അതൊരു രീതിയാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ കണ്ടെത്താൻ പറ്റുന്ന അവസ്ഥയിലാണ് മനുഷ്യൻ്റെ, അതായത് ഇനിയും മനുഷ്യനിങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കണം. മനുഷ്യനെ പറ്റി മനുഷ്യൻ തന്നെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇനി ഓൾറെഡി കണ്ടെത്തിയ കാര്യങ്ങളുള്ള ചില അത്ഭുതങ്ങളുണ്ടല്ലോ, അതിൽ പ്രധാനപ്പെട്ടാണെന്ത് വെയിൻസ്, ഞരമ്പുകളൊക്കെ. അപ്പം ഇങ്ങനത്തെ സംഗതിയിൽ പടച്ചോൻ ഇങ്ങനെ ഒരു അത്ഭുതം കാണിച്ചു തരിക, അല്ലെങ്കിൽ നമുക്ക് ദൃഷ്ടാന്തം കാണിച്ചു തരിക, അത് തന്നെയാണ് നാളത്തെ സൃഷ്ടിപ്പിൻ്റെ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഞരമ്പുകൾ, മനുഷ്യ ശരീരത്തിൽ എത്ര ഞരമ്പുണ്ട്? എത്ര നീളമുണ്ട് ഞരമ്പ്? എത്ര കിലോമീറ്റർ ഉണ്ടാവും? എത്രയാണ് കിലോമീറ്റർ കണക്കിന് പറയാന്നുണ്ടെങ്കിൽ? ഏകദേശം ഒരു കണക്കുണ്ടാവുമല്ലോ. എന്തായാലും പറയപ്പെടുന്നത് ഏകദേശം 60,000 കിലോമീറ്റേഴ്സിൻ്റെ മുകളിൽ എന്തുണ്ട്, സൈസ് ഉണ്ട് എന്നുള്ളതാണ്. എന്തിനാണ് മനുഷ്യന് ശരിക്കും 60,000 കിലോമീറ്റേഴ്സിൻ്റെ സൈസിൽ, ഒറ്റ മനുഷ്യൻ്റെ ഉള്ളിൽ 60,000 കിലോമീറ്റർ എന്താ പറയുക നീളത്തിൽ ഞരമ്പുകൾ എന്തിനാ ശരിക്കും? രക്തകോയിലുകൾ മൊത്തത്തിൽ, വെയിൻസ്, രക്തകോയിലുകൾ ചെറുത്, അതായത് ഇപ്പോൾ നമ്മൾ മൈന്യൂട്ടായിട്ടുള്ളതുണ്ടല്ലോ, എന്താ പറയുക, രക്തകോയിലുകൾ ഞരമ്പ് എല്ലാം കൂടിയും എന്താ പറയുക സിരകൾ, അങ്ങനെ തന്നെ പറയാം, മിക്സ് ചെയ്തിട്ട്. അപ്പം അത്യാവശ്യം ഇപ്പം വളരെ മൈന്യൂട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ ചെറുതിങ്ങനെ ചെറിയ പിന്ന് കുത്തിയാൽ തന്നെ നമുക്ക് ചോര അങ്ങനെ പൊടിയും. അപ്പം ഇത് പോലും എന്താ പറയുക, അവിടെ പോലും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നത്, ഏകദേശം 60,000 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് നീളത്തിലുള്ള ഞരമ്പുകൾ ഫിറ്റ് ചെയ്യാൻ അങ്ങനത്തെ സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനായിരിക്കും? ഒരു ചോദ്യമാണ്. ഉണ്ട്. പക്ഷേ നമ്മളെ കയ്യിൽ ഒരു 60,000 കിലോമീറ്റർ സാധനം തന്നിട്ട് ഇതൊരു ഇതിൻ്റെ ഉള്ളിലാണ് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? ഞാനിവിടെ വന്നിട്ട് എൻ്റെ ലാപ്ടോപ്പിൻ്റെ കേബിളില്ലേ അത് ശരിയാക്കി നിങ്ങൾ കണ്ടോ? കുറേ നേരം പണി നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഉള്ളത്. നമുക്ക് എപ്പോഴും നമ്മളെ കയ്യിൽ കുടുങ്ങുന്ന സാധനമാണ് ഇതറിയോ, ഇയർഫോൺ. നമ്മളെ കീശയിലിടും, എന്നിട്ട് എടുക്കുമ്പോൾ ഉണ്ടാവും ഇങ്ങനെ ചുരുങ്ങിയിടും, എന്നിട്ട് അത് നേരാക്കാൻ കുറേ ഹെൽപ്പ്, എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ദേഷ്യം പിടിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും. പണ്ടുണ്ടല്ലോ ഈ നൂല്. അപ്പോൾ നമുക്കാണ് കഴിയൂല, ആ കഴിയാത്ത അത് 60,000 കിലോമീറ്ററാണ് ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു 40,000 to 60,000 കിലോമീറ്റർ, അത്ര കൂട്ടിക്കോളി. 1 കിലോമീറ്റർ നീളമുള്ള സാധനങ്ങൾ കൈ തന്നെങ്കിൽ നന്നക്കാറ്റോ, പണിയാണ്. അപ്പം നമ്മളെ ചിന്ത കുറച്ച് സാധനങ്ങൾക്ക് തന്നതാ. അപ്പോൾ ആ പടച്ചോൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിലൊന്ന് ആ സെട്ടിപ്പിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങ് ചിന്തിക്കാനുള്ള സംഗതിയാണെന്ത്, കുല്ലു ബിന ആദം യഅകുൽ തുറാബ്. ഓരോ മനുഷ്യൻ എന്ത് ചെയ്യും, മണ്ണ് തിന്നും. പക്ഷേ എന്തൊഴികെ ഇല്ല അജബ അദനബ്. അജബ അദനബ് പറഞ്ഞാൽ അദനബ് പറഞ്ഞാൽ വാൽക്കുറ്റി നമ്മൾ പറയുന്ന സാധനം. മിൻഹു ഖുലിഖ വഫീഹി യുറക്കബ്. അതിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എന്നുള്ള സംഗതി അതിൽ നിന്നായിരിക്കും. അതിലായിരിക്കും എന്ത് വീണ്ടും തർക്കീബ് ചെയ്യപ്പെടുക, അങ്ങനെ സെറ്റപ്പാക്കി വെക്കുക, അതിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നുള്ളത്. ഇത് ബുഖാരിയാണ്, ഈ ബുഖാരി മുസ്ലിം. ഞാൻ ആ സംഗതി മാത്രം എന്തോ അതിൽ മാഞ്ഞു പോയത് നോക്കി പറഞ്ഞാൽ. പിന്നെ അപ്പം ഇവിടെയാണ് ഒരു സംഗതി നമ്മൾ പറയൽ, ചെറിയൊരു പോർഷൻ. ഇത് നമ്മളെ ഉള്ളിൽ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞോ ഖുർആൻ. നമ്മളെ സൃഷ്ടിപ്പിൻ്റെ ഇതാണ് അതിൻ്റെ ഒരു എക്സ്ട്രാ സാധനം. ഏറ്റവും ലാസ്റ്റത്തെ ആ ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് തന്നെ. അപ്പം ഒരു ചിന്തകൾ നമുക്ക് തന്നു എന്ന് മാത്രമല്ല, കറക്റ്റൊരു സാധനം തന്നു, ചിന്തയും തന്നു. ഇന്നതെന്നാണ് കേട്ടോ നിങ്ങളുടെ എന്താ പറയുക ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുക എന്ന് പറഞ്ഞു. ചില പഠനങ്ങൾ നടന്നപ്പോൾ പറഞ്ഞത് ഈ വാൽക്കുറ്റി മാത്രം അങ്ങനെ നശിച്ചു പോകില്ല എന്നുള്ള.
വാൽക്കുറ്റി മാത്രം മണ്ണിൽ അങ്ങനെ പോയി എന്ന് വിചാരിക്കുക. ഈ ഞരമ്പുകളെല്ലാം കൂടി കൃത്യമായിട്ട് ഇങ്ങനെ സംവിധാനിച്ച് പഠിച്ചോ ഇനി രണ്ടാമത് ഉണ്ടാക്കാൻ പണിയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സെൽഫായിട്ട് ചോദിക്കേണ്ടത്. ഞരമ്പ് എന്ന് മാത്രമല്ലല്ലോ, ഓരോ സംഗതി എടുത്തോ നിങ്ങൾ. ഈ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ലുകളെവിടെ? ചെവിയിലാണ്. അതൊരു കോയിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ആ എല്ലുകൾ അവിടെ നിൽക്കും. മനുഷ്യ ശരീരത്തിലെ കണ്ണിന് എത്ര കളർ കാണാൻ പറ്റും? 7 കളറുള്ളൂ. ഉറപ്പാ? 7 കളറൊന്നുമല്ല. അത് നമ്മളിത് പറയണല്ലേ, നമ്മളെ കളറാണ്. നമ്മൾ ബേസിക് കളർ വിബ്ജിയോർ നമ്മൾ ഉണ്ടാക്കിയെടുത്തല്ലേ. മില്യൺ കണക്കിനാണ്. പക്ഷേ നമ്മൾക്ക് മില്യൺ കണക്കിനെന്ന് പറഞ്ഞാലും നമ്മൾ കാണുന്ന എന്താ പറയുക, ഏകദേശം എന്താ പറയുക 20 മില്യൺ കളേഴ്സാണ്. 20 മില്യൺ കളർ ആണ് മനുഷ്യന് കാണാൻ പറ്റുന്നത്, തിരിച്ചറിയാൻ കഴിയുന്ന സംഗതിയെ ഈ ചില ജീവികൾക്ക് അതിനേക്കാളും കാണാൻ പറ്റുന്നുള്ള. അപ്പോൾ നമ്മളെ കാഴ്ച എന്തായാലും ടോപ്പ് പവറിലെത്തിയില്ല. പക്ഷെ ടോപ്പ് പവറിൽ എത്തുന്ന ഒരു ദിവസമുണ്ട്. എന്താ പറഞ്ഞത്? ഫബസറുക്കൽ യൗമ ഹദീദ്. അത് കുറച്ചുകൂടി സ്ട്രോങ് ആക്കി കാണിച്ചു തരും. നമ്മളുടെ ചെവി ടോപ്പ് പവറിലെത്തിയണോ? എന്താ തെളിവെന്താ? അത്ര ഹേർട്സിൻ്റെ ഉള്ളിലേ കാണട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭൂമി കുലുക്കത്തിൻ്റെ ഒച്ച നമുക്ക്. പക്ഷെ അത് കേൾക്കുന്ന ജീവികളുണ്ട്. അപ്പം നമ്മൾ അത്രക്ക് ടോപ്പല്ല, എന്നാലും അതും ടോപ്പിലെത്തിക്കുന്ന ഒരു കാലമുണ്ട്, ഒരു സമയത്തും. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇതെല്ലാം ഇനിയും പവർ കൂട്ടാൻ പറ്റുമെന്ന് മനസ്സിലായി. ഇതൊന്നും അല്ല പവർ, മറ്റ് ജീവികൾക്കുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി. അപ്പോൾ എന്തൊക്കെ സംഗതി വരാനുണ്ട് എന്നുള്ളൊരു സൂചന പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ഇതല്ല കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വരാണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് സൃഷ്ടിപ്പിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഖുർആനിൽ പടച്ചോൻ എന്ത് ചെയ്തു, അതിൻ്റെ ബാക്കി ഇങ്ങനെ ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചില്ലേ. ഇത് നാളെ ഞങ്ങൾ മരിച്ചതിന് ശേഷം വീണ്ടും പുനർജീവിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോഴാണ് ഖുർആനിൽ അടുത്ത് പറഞ്ഞത് ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീദ്. എൻ്റെ അടുക്കൽ എല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഒരു രേഖയുണ്ട്. വഇൻദനാ കിതാബുൻ ഹഫീദ്. എന്താ ഈ കിതാബുൻ ഹഫീദ്? അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സൂക്ഷിച്ചു വെക്കുന്ന രേഖ. എന്താണത്? എന്ത് ചിപ്പായിരിക്കും? എന്തായിരിക്കും കിതാബുൻ ഹഫീദ്? എന്തായിരിക്കും? അപ്പം ഇങ്ങനെ ആയത്തോ അതിൻ്റെ ബാക്കി കാണാൻ പറ്റും. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി. ഇതെന്താ റഖീബുൻ അതീദ്. എല്ലാ സംസാരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളാരും ഒന്നും ലഫ്ള് എന്ന് പറഞ്ഞാൽ മാ യൽഫിദു ആണ്. ലഫ്ള് സംസാരിക്കുക, ഒരു വാക്ക് ഉച്ചരിക്കുന്നില്ല, ഒരു വാക്ക്. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങളുടെ അടുക്കൽ ആരില്ലാതെ? ആരാണ്? യെസ്, അള്ളാഹിൻ്റെ നിരീക്ഷണത്തിലാണെന്നാ. റഖീബും അതീദും മലക്ക് എന്നാണ് ചിലപ്പോൾ പല ആൾക്കാരും പറയല്. പക്ഷെ ഇത് റഖീബുൻ അതീദല്ല, റഖീബും അതീദുമായിട്ടുള്ള പടച്ചോൻ്റെ ഒരു നിരീക്ഷണത്തിലാണെന്നാ. ഈ സൂക്ഷ്മ നിരീക്ഷണത്തിന് പറയുന്ന വാക്കാണ് ഈ റഖബ എന്നുള്ള വാക്കൊക്കെ വന്നത്. അങ്ങനത്തെ തീന്നാ റഖീബുൻ അതീദ്. അങ്ങേറ്റം സൂക്ഷ്മമായിട്ട് ഇന്ന റബ്ബക ലബിൽ മിർസാദ്. എന്താ അർത്ഥം? എന്താ പതിയിരിക്കുക? നിങ്ങൾ ഒളിച്ചിരിക്കുകയാണോ? അല്ല, ഒന്നുകൂടി കൃത്യമായിട്ട് ശരിക്കും നമ്മുടെ നാട്ടിൽ പതിയിരിക്കുന്നത് ആരാ? അവിടെ അല്ല, നമ്മളെ മുമ്പിലൊക്കെ പതിയിരിക്കുന്ന ആരാ? CCTV ആണ്. അപ്പോൾ പതിയിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സിംഹരിക്കാനിരിക്കുക എന്നല്ല. അതായത് നമ്മൾ കാണാതെ, നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കുറേ സംഗതി നമ്മളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച സംഗതികൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ CCTV വെച്ചിട്ടുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊന്നും അത് നോക്കിയിട്ട് നമ്മൾ പോലെ ഇല്ല. അത് വെച്ചിട്ട് തന്നെ നമ്മൾ അശ്രദ്ധരാ. നമ്മൾ വെച്ച സാധനത്തിലേ നമ്മൾ അശ്രദ്ധരാണ്. എന്നിട്ടല്ല പടച്ചോൻ വെച്ച കാര്യത്തിൽ. അതാണ് പടച്ചോൻ ഖുർആനിൽ എപ്പോഴും പറയില്ല അങ്ങനെ. ഇങ്ങനെ ഇന്ന റബ്ബക ല ബിൽ മിർസാദ്. അവിടെ എന്താ ഉദ്ദേശിച്ചത്? ഇന്ന ഒരു തഅക്കീദാണ്. റബ്ബക ല ബിൽ മിർസാദ്. ലാമതോ അതും തഅക്കീദാ. ഈ തഅക്കീദ് ഉറപ്പിക്കാൻ വേണ്ടി പറയാം. അതിനർത്ഥം എന്താ അറിയോ? ഈ ഖുർആനിൽ ബലാഗയായിട്ടുള്ള വലിയൊരു നിയമമാണത്. എന്ത്? നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഉറപ്പാണ്, എന്നാൽ നമ്മൾ അശ്രദ്ധരാണ്. അങ്ങനത്തെ സാധനത്തിന് 2 തഅക്കീദ് കടയിൽ. വേറെ ഉദാഹരണം പറയാം പറ്റുമോ? നിങ്ങൾക്ക് ഉറപ്പുള്ള, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉറപ്പുള്ള ഒരു ഉദാഹരണം അതിനെപ്പറ്റി ഖുർആൻ എന്താ പറഞ്ഞത്? 2 തഅക്കീദ് വെച്ച് പറഞ്ഞ സാധനമുണ്ട്. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യത്തുൻ. സുമ്മ ഇന്ന പറഞ്ഞു ലമയ്യത്തുൻ. മരിക്കുന്ന ഉറപ്പല്ലേ?
പിന്നെ എന്തിനാ 2 താക്കീത് പറഞ്ഞ്? അതെന്ന് വെച്ചാൽ നമ്മൾക്ക് മരിക്കുന്ന ഉറപ്പ്, പക്ഷേ നമ്മളതിന് അശ്രദ്ധരേക്കും, ബോധം ഉണ്ടാവില്ല. അതാ അങ്ങനെ. അപ്പം ഇങ്ങനെ പറഞ്ഞത് ഖുർആൻ പറഞ്ഞത് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒക്കെ നിരീക്ഷിക്കുന്ന ഒരാളുണ്ട് കേട്ടോ, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് പറഞ്ഞു. ഓക്കെ, അത് ഉറപ്പല്ലേ? ഉണ്ട്. അപ്പം എങ്ങനെയാണ് ഈ നിരീക്ഷണം എന്നുള്ള സംഗതി? വേറൊരു സംഗതി കൂടി ഖുർആൻ്റെ ഒരു ആയത്താണ്. ഇതിങ്ങനെ വന്ന് പോവാം. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തിൻ്റെ പിന്നാലെ പോകണ്ടെന്ന് പറഞ്ഞു. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ, നിങ്ങളുടെ ചിന്ത, കേൾവി, കാഴ്ച എല്ലാം എന്ത് ചെയ്യും? കുല്ലു ഉലായിക കാന അൻഹു മസ്ഊല, എല്ലാം നാളെ ശരിക്കും എന്ത് ചെയ്യും? ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയെന്നുള്ളതാണ് നമുക്ക് അടുത്ത പ്രശ്നം. എങ്ങനെയായിരിക്കും? എങ്ങനെയാവാം? ശരിയാ, നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഇട്ടില്ല. എന്തായാലും നിങ്ങളെ മനസ്സിലിപ്പോൾ എന്തായിരിക്കും? നമുക്ക് എന്തായാലും ചെയ്യുന്നത് ഇപ്പം എന്തായാലും നമ്മളൊരു ഭാവന ഉണ്ടാക്കിയെടുത്തല്ലോ. ഇപ്പം നരകം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഭാവന എന്താ? വലിയൊരു വട്ടത്തിലുള്ളൊരു കിണർ അല്ലേ? കറക്റ്റായിരിക്കും. നോക്കിയോളി, കറക്റ്റ് വട്ടത്തിലായിരിക്കും. നിങ്ങൾ ആരെങ്കിലും മനസ്സിൽ ഇങ്ങനെ നീളത്തിൽ പുഴ ഒഴുകണമായിട്ട് അങ്ങനത്തെ നീളത്തിൽ നരകം ചിന്തിച്ചണോ? ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊക്കെ ഒരു ചിന്ത അങ്ങനെ ആയിരിക്കും ഉണ്ടാകുക എപ്പോഴും. അപ്പോൾ നിങ്ങളെ മനസ്സിൽ ഈ ചോദ്യം ചെയ്യുന്ന ചിന്ത ആയിരിക്കും. എങ്ങനെയായിരിക്കും ഈ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്? പടച്ചവനൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ അറിയണമല്ലോ. അപ്പോൾ മാ യൽഫിളു മിൻ ഖൗലിൻ പറഞ്ഞു. എൻ്റെ അടുത്ത് കിതാബുൻ ഹഫീദ്, എല്ലാം ശേഖരിച്ച് വെക്കുന്ന, എല്ലാം സൂക്ഷിച്ച് വെക്കുന്ന ഒരു സാധനം ഉണ്ടാകും. ഇത് എവിടെയായിരിക്കും ഈ സൂക്ഷിച്ച് വെക്കുന്നത്? എവിടെ? ചെറിയൊരു സ്ഥലത്തായിരിക്കും. അപ്പം നമുക്കറിയാം ഇത് റെക്കോർഡ് ചെയ്യാനുള്ള സിസ്റ്റം എന്നുള്ളത് നമുക്കുണ്ട്. ഇപ്പോൾ ഓൾറെഡി പണ്ട് കാലത്തൊക്കെ ക്യാമറ ഇതൊക്കെ വന്നു അല്ലേ? പ്രവാചകൻ്റെ കാലത്തൊക്കെ ആൾക്കാർ ചോദിക്കും, എന്താപ്പോൾ ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യുക? നമ്മൾ ജീവിതം, ചിത്രം ഇതൊക്കെ റെക്കോർഡ് ചെയ്യണ്ടേ? പിന്നെ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്ന ക്യാമറ വന്നപ്പോഴാണ്. അത് കഴിഞ്ഞപ്പോൾ അവസാനം കണ്ണിൽ നമ്മൾ ഇത് ലെൻസ് കാർട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഇറക്കിയതാണ്. അതിന് മുമ്പ് വേറെ ടീം ഇറക്കിയാണ്, മെറ്റൊക്കെ ഇറക്കിയാണ്. അപ്പോൾ ഇവരൊക്കെ ഇറക്കിയത് അതിൽ ചെറിയ ക്യാമറ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ തിരിയണം, എവിടേക്ക് തിരിഞ്ഞാലും അത് റെക്കോർഡായി ഉണ്ടാവും, അത്ര ക്ലാരിറ്റിയിൽ കിട്ടും. അതിൽ നിന്ന് മാറിയിട്ട് ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത സാധനമുണ്ട്, ശ്രദ്ധിച്ചണോ? ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത സാധനം എന്ത്? ലെൻസിൽ, കണ്ണിൽ വെക്കുന്ന ലെൻസിൽ ക്യാമറ ഉണ്ട്. അപ്പോൾ ഈ ലെൻസിലെ ക്യാമറ ജസ്റ്റ് നോക്കിയാൽ എന്ത് ചെയ്യും? നമ്മളെന്താ കാണുന്നത് ആ കാണുന്ന തന്നെ റെക്കോർഡുണ്ട്. എന്താ കാണുന്ന റെക്കോർഡുണ്ട്. അതാരെ കണ്ണിൽ വെച്ചാലും എന്ത് ചെയ്യും? റെക്കോർഡാവും. അപ്പം റെക്കോർഡിംഗ് ഉണ്ട്, നടക്കാം, പോസിബിളാണ്. അതായത് ഇതൊക്കെ പോസിബിലിറ്റീസ് ആട്ടോ, ഇങ്ങനെയൊക്കെ സാധിച്ചേക്കാം എന്നുള്ള ചിന്ത മാത്രമാണ്. അപ്പോൾ കണ്ണിന് റെക്കോർഡ് ചെയ്യാൻ പറ്റും, പറ്റും. കാണാമെന്ന് മാത്രമല്ല, അത് പിക്ചേഴ്സായിട്ട് പോകാം. ഇതെങ്ങനെയെന്നുള്ള അടുത്ത ചോദ്യം, എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. കുൻഫയക്കൂനായിരിക്കും, അത് ഉറപ്പാണ്. പടച്ചോൻ അത്ര എളുപ്പമാണ്. കാരണം ഇത്രക്കും പടച്ചോന് ഈസി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഒരു പണിയില്ല. പക്ഷെ ഖുർആനിൽ ഇങ്ങനെ ഒരു സംഗതി കൂടി പറയണേ, നമ്മൾ സാധാരണ പറയണേ കിതാബും മർഖൂം. ഇന്ധനാ കിതാബുൻ ഹഫീദും കിതാബും മർഖൂം ഒക്കെ ചെറിയൊരു ബന്ധം ഉണ്ടാവും. ഇത് ഏതുമായിട്ട്, ഇത് ലൗഹുൽ മഹ്ഫൂദ് ആവാം, പിന്നെ അതല്ല നമ്മളെ ഉള്ളിലുള്ള റെക്കോർഡിംഗ് സിസ്റ്റം ആവാം. എന്തും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് കിതാബും മർഖൂം എന്ന് പറഞ്ഞ രീതി. ആ രീതി പണ്ട് എന്താ പറയുക, അങ്ങനെ എഴുതപ്പെട്ടെന്ന് പറഞ്ഞ് പിന്നെ മാറി ഇപ്പം നമ്മൾ പറഞ്ഞ വാക്കെന്താ? ഡിജിറ്റൽ ഡാറ്റ എന്നായി. കിതാബും മർഖൂം എന്നുള്ളത് ഡിജിറ്റൽ റക്കം. ഈ റക്കം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുക? എങ്ങനെയാണ് ആ രീതി? എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന രീതി? എങ്ങനെ ഡിജിറ്റലാണ്? എങ്ങനെ? യെസ്, അതൊരു ബൈനറീസ് ആയിട്ടാണ്. അത് എന്താ പറയുക, 2 0 1 0 1 എന്നുള്ള ആ ഒരു കോഡ്സിലാണ് എന്ത് ചെയ്യുക, ഡാറ്റ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളേക്ക് എന്ത് ചെയ്തു, ഒരു പിക്ചർ അയച്ചു. അപ്പം അല്ലെങ്കിൽ ഒരു വീഡിയോ വെച്ചു, എത്രയോ എം ബി ഉള്ള വീഡിയോ. ഇത് മറ്റൊരാളേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഈ വീഡിയോ അങ്ങനെ തന്നെ തള്ളി പോകണോ? അല്ല, ഇതെന്ത് ചെയ്യും? ഇത് ചെറിയ കോഡ്സായിട്ട് മാറും, കാണാത്തൊരു കോഡായിട്ട് മാറും. എന്നിട്ട് നമ്മൾ കാണാത്ത വയറിൻ്റെ ഉള്ളിൽ കൂടി ഒന്നല്ലല്ലോ പോണത്. ഇതേതോ ഒരു സെർവർ കോഡ് എന്ത് ചെയ്യും, അതിങ്ങനെ പാസ് ചെയ്ത് നമ്മൾ വിചാരിച്ച് കറക്റ്റ് സ്ഥലത്തെത്തിയിട്ട് എന്ത് ചെയ്യും, അവിടെ വീഡിയോ ആയിട്ടാണ് പിന്നെയാണ് പ്രത്യക്ഷപ്പെടും. എത്ര എം ബി ആണ് ഇവിടെ നിന്ന് വെച്ചാൽ അതേപോലെ എം ബി ആയിട്ട് അപ്പുറത്ത് എന്ത് ചെയ്യും, ഡയറക്റ്റ് പ്രത്യക്ഷപ്പെടും. അയാൾ അതേപോലെ കാണും. ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോൾ എന്തെങ്കിലും ചില കോഡുകളൊക്കെ പോയിട്ട് ഇങ്ങനെ കുറച്ച് കാണാതാവോ? ഇല്ല, വളരെ ക്ലാരിറ്റി HD മികവോടെ കിട്ടും. ഒന്നും നഷ്ടപ്പെടില്ല. ഇല്ല, അതാണ്. അത് വെച്ചാൽ നമ്മൾ പറയല്ലോ, ഇപ്പം നമ്മൾ സെർവറിലൂടെ അയച്ച പല സംഗതിയും നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലും വിചാരിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളെ ഫോണില്ലേ, നമ്മളെ ഫോൺ നഷ്ടപ്പെട്ടു. ആ ഫോൺ നഷ്ടപ്പെട്ട് ഫോണിൽ കുറേ ഡാറ്റ ഉണ്ടായിരിക്കുക. ഈ ഫോൺ കുറേ പ്രാവശ്യം, അല്ലെങ്കിൽ മെമ്മറി കാർഡ് അങ്ങനത്തെ സംഗതി നഷ്ടപ്പെട്ടു, ആ കുറേ പ്രാവശ്യം റിക്കവർ ചെയ്യാൻ പറ്റും. എത്രയോ തവണ റിക്കവർ ചെയ്യാൻ പറ്റും. നമ്മളെ സിസ്റ്റത്തിലാട്ടത്, നമ്മളെ ഡെവലപ്മെൻറ്റിൽ എത്തി നിൽക്കുന്ന അവിടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലും പറ്റും. വളരെ ചെറിയ ചിപ്പിൽ, ഇന്നത്തെ കാലത്ത് ഏറ്റവും ചെറിയ ചിപ്പ് പറ്റും. അങ്ങനെ
ചെറിയൊരു ചിപ്പിൽ അത്യാവശ്യം ജി ബി അല്ലെങ്കിൽ ടി ബി ഒക്കെ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. വീഡിയോസും കാര്യങ്ങളൊക്കെ തിരക്കടില്ലാത്തൊരു എന്താ പറയുക ജി ബിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എവിടെ പറ്റും? മനുഷ്യ ശരീരത്തിൽ എവിടെ പറ്റും? വർക്ക് ക്യാൻ ഇറ്റ് ബി സ്റ്റോർഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി? എവിടെ പറ്റും? സെല്ലിൽ പറ്റും. ഒരു സാധ്യതയുണ്ട് കേട്ടോ, ചിലപ്പോൾ സെല്ലിലാവേ സാധ്യത, ചിലപ്പോൾ ആവണം തന്നെ ഇല്ല. പക്ഷെ എന്നാലും ഇങ്ങനെ വരെ പറ്റുമെന്ന് പറയാൻ, ഇങ്ങനെ വരെ പറ്റും എന്ന് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞതെന്നുള്ളൂ. സെല്ലിൽ പറ്റും. സെല്ലിൽ എവിടെ പറ്റും? എത്ര സെല്ലുണ്ട് മനുഷ്യ ശരീരത്തിൽ? 30 മുതൽ 40 ട്രില്യൺ സെൽസ് വരെ ഉണ്ട്. പക്ഷേ അതിൽ 5 to 10 ട്രില്യൺ ന്യൂക്ലിയേറ്റഡ് സെല്ലാണ്. ന്യൂക്ലിയേറ്റഡ് സെല്ല് പറഞ്ഞാൽ DNA ഉള്ള സെല്ല്. അപ്പോൾ ഈ DNA എന്ന് പറയുന്ന സംഗതി സെല്ലിലുണ്ട് നമുക്കറിയാം. ഈ DNA വലുപ്പത്രേ? ഒരു സെല്ലിൽ എത്ര DNA ഉണ്ട്? ഉണരട്ടെ നമ്മളുടെ ബയോളജിയൊക്കെ, പണ്ട് പഠിച്ചൊക്കെ പൊടി തട്ടിയിടിക്കി. എവിടെ ഒരു സെല്ലിൽ എത്ര ഉണ്ടാവും? കോടി കണക്കിന് അതൊന്നും പറ്റില്ല. എത്രയോ ഉണ്ട് അറിയില്ലേ? അല്ല, ഒരു സെല്ലിൽ ഏകദേശം എത്ര ഉണ്ടാവും? ഇപ്പം സാധാരണ പറയേ എത്ര ക്രോമസോംസാ? അപ്പോൾ എത്ര DNA ഉണ്ടാവും? അതിൻ്റെ ഡബിൾ ഉണ്ടാവും. 92 ഉണ്ടാവും. 92 DNA ഉണ്ട്. അപ്പോൾ ഈ DNA സൈസ് ഒരു സെല്ലിൽ, ഒറ്റ സെല്ലിലുള്ള DNA നമ്മൾ പുറത്തെടുത്ത് നേരത്തെ പറഞ്ഞ ഞരമ്പ് നീട്ടി നോക്കി വിചാരിച്ച് എത്ര വലുപ്പം ഉണ്ടാവും? എത്ര ഉണ്ടാവും? 2 മീറ്റർ സൈസ്. 2 മീറ്ററാണ്. നിങ്ങൾക്ക് സെല്ല് കാണാൻ പറ്റുമോ? മൈക്രോസ്കോപ്പൊക്കെ ഉണ്ട്. മൈക്രോസ്കോപ്പ് വെച്ചാൽ അങ്ങനത്തെ അത്രയും ഡേറ്റ് വെച്ചാൽ ഡീറ്റെയിൽഡ് സാധനം വെച്ചാൽ കിട്ടും. കാണാൻ പറ്റാത്ത സെല്ലിൻ്റെ ഉള്ളിൽ അവിടെ സംവിധാനിച്ച് വെച്ചത് 2 മീറ്റർ വലുപ്പമുള്ള DNA ആണ്. ഇത് കാണുന്ന സെല്ലിൻ്റെ ഉള്ളിൽ കേട്ടോ, കാണാൻ പറ്റാത്ത സെല്ലിൻ്റെ ഉള്ളിൽ. അങ്ങനത്തെ എത്ര സെല്ലുണ്ടെന്ന് പറഞ്ഞത്? ഏത്? ഉണ്ട്. പക്ഷേ ആ 92 എല്ലാം കൂടി കൂട്ടി നീട്ടി വയ്ക്കുകയല്ല പറഞ്ഞത്. അതെല്ലാം കൂടി നീട്ടി വയ്ക്കിയാൽ ഏകദേശം 2 മീറ്റർ സൈസുള്ള DNA ഉണ്ടാവും. അതായത് 12 ബില്യൺ കിലോമീറ്റേഴ്സ്. എണിക്കോളി, 12 ബില്യൺ കിലോമീറ്റേഴ്സ് ഉണ്ടാവും. അത്ര സൈസുള്ള DNA ആണ് ഒരൊറ്റ മനുഷ്യൻ്റെ ബോഡിയിലുള്ളത്. വെറുതെയോ? അപ്പം DNA ഉണ്ട്, സെല്ലിൻ്റെ ഉള്ളിൽ DNA ഉണ്ട്. ഇനിയിത് നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതൊക്കെ അതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. റെക്കോർഡ് ചെയ്യുന്നുണ്ടോ വെച്ചാൽ ഇന്നത്തെ നിലവിലെ പഠനത്തിൽ ആര് ചോദിച്ചാലും, ഇപ്പം നിങ്ങൾ ജെമിനയോ ChatGPT ഗൂഗിളോ ആരോട് ചോദിച്ചാലും എന്താ പറയുക, നിലവിലെ പഠനപ്രകാരം അങ്ങനെ അറിവിലില്ല എന്നുള്ളതാണ്. വിവരം കിട്ടിയിട്ടില്ല. അല്ല അങ്ങനത്തെ ഒരു പഠനം ഇവർക്ക് അറിയില്ല. ഇതെങ്ങനെ ഇത് ഡീകോഡ് ചെയ്യണ്ടേ? ഇപ്പം നമുക്കറിയോ end to end എൻക്രിപ്ഷൻ? അതാണ് നമുക്കറിയാമെങ്കിൽ ഇവർക്കറിയുള്ളൂ. അതൊരു ഇതുണ്ട്, end to end എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞ സാധനം അറിയാം നമുക്ക്? end to എൻക്രിപ്ഷൻ, end to end. അപ്പോൾ വാട്സപ്പിലൊക്കെ ഉണ്ട്. ഇതെന്താ അറിയോ? അതായത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചേക്കാം. ഈ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇത് എൻക്രിപ്റ്റഡ് ആണ്. അപ്പം ഇത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഡീക്രിപ്റ്റഡ് ആണ്. അപ്പം ഞാൻ നിങ്ങൾക്കാണ് അയച്ചെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ആർക്കും ബൈപ്പാസ് ചെയ്ത് ഇത് കാണാൻ പറ്റില്ല. നിങ്ങളതിൽ എത്തിയാൽ, അതായത് ആരാണോ റിസീവർ, ഞാൻ ആർക്കാണോ അയക്കണം അയാളിൽ എത്തിയാൽ മാത്രമേ തുറക്കാൻ കഴിയുള്ളൂ. കോഡാണ്. അപ്പോൾ ഡീകോഡ് ചെയ്യണേ അവിടെ തന്നെ വിചാരിക്കണം. അപ്പം ഇത് ബൈപ്പാസ് ചെയ്യാൻ കഴിയണ്ടേ? ഇതിലിങ്ങനെ കോഡ് ചെയ്ത് വിചാരിക്കാം. ഇത് ബൈപ്പാസ് ചെയ്യാൻ ഈ ലോകത്തുള്ള സകല മനുഷ്യന്മാർക്കും സാധിച്ചെങ്കിൽ മാത്രമല്ലേ ഇതിലിങ്ങനെ നടക്കണ്ടോ എന്ന് തന്നെ അറിയാം. നമുക്കും അറിയില്ല, എന്തായാലും അറിയാം. പക്ഷേ അങ്ങനെ സാധിക്കുമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അങ്ങനത്തെ സാധിക്കുന്നത്. ഇപ്പം നമ്മൾ പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് ചന്ദ്രനക്ക് എത്ര ദൂരമുണ്ട്? എത്രയുണ്ട്? 3,84,400 കിലോമീറ്റർ ഉണ്ട്. ഇതിൻ്റെ DNA വലുപ്പം 12 ബില്യൺ കിലോമീറ്റർ. 12 ബില്യൺ കിലോമീറ്ററാണ്, മില്യനും അല്ല, ബില്യൺ കിലോമീറ്റർ. അപ്പം ഇത്രക്ക് ദൂരം ഭൂമിയിൽ നിന്ന് ചന്ദ്രനക്കുണ്ട്. അതിനേക്കാളും എത്രയോ ഇരട്ടി മനുഷ്യൻ്റെ സെല്ലിൻ്റെ ഉള്ളിലുള്ള DNA സംവിധാനിച്ചു എന്നുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യൻ്റെ കേട്ടോ, എല്ലാ മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊക്കെ സർവ്വസാധാരണം എന്ന് പറയാം. ഇത് ഒരു മനുഷ്യൻ്റെ അങ്ങനെ സംവിധാനിച്ചു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു സിട്ടാവില്ല എന്ന് വെറുതെ നമുക്ക് പറയാൻ പറ്റുമെന്നുള്ള. ആ മനുഷ്യന്മാരെ പുനർജീവിപ്പിക്കൂല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം അതിൻ്റെ സ്റ്റോറേജ് കൂടി വേണമെങ്കിൽ നോക്കാം, അപ്പം കൂടി ഒന്നുകൂടി മനസ്സിലാവും. അപ്പം DNA സ്റ്റോറേജ് എത്രയാണ് അറിയോ? ഒരു DNA സ്റ്റോറേജ് 1.6 GB ആണ്. ഒരൊറ്റ DNA സ്റ്റോറേജ്, അല്ലെങ്കിൽ ഒരു സെല്ലിലുള്ള DNA സ്റ്റോറേജ്. ഒരു ഒറ്റ സെല്ലിലാ, മൊത്തം DNA അല്ല, എല്ലാ DNA അല്ല, ഒറ്റ DNA. എത്ര DNA ഉണ്ട്?
അപ്പോൾ എത്ര ഉണ്ടാവും? ഇൻറ്റു 6 ട്രില്യൺ. അതായത് ന്യൂക്ലിയേറ്റഡ് സെൽസ് എന്ന് പറയുന്നത് 6 ട്രില്യണാണ്. ഏത് കണ്ടാലേ പോലെ ഞങ്ങൾക്ക് കണ്ടാൽ പറ്റുന്ന മനസ്സിലാവുള്ളൂ. അതാ പറഞ്ഞത് ഉണ്ട്, മനസ്സിലാവും ഇപ്പോൾ പറയാ. അതായത് 1.6 GB ഇൻറ്റു ഇതാ നമ്മളെ പഠനത്തിൽ തന്നെ എത്ര ഉണ്ട്, നമ്മളെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ഉണ്ട്. ഇനി ഇത്ര വേറെ DNA വേറെ സ്റ്റോറേജ് ഡിവൈസ് ഇല്ല നമുക്ക് പറയല്ലോ. ഇപ്പോൾ തന്നെ 1.6 GB ഇൻറ്റു 6 ട്രില്യൺ എടുത്ത് എത്രയായി? 9.6 ZB ആയി. നിങ്ങൾ കേട്ടില്ല ZB തരെ? അതാ പറഞ്ഞത് നമ്മൾക്ക് 9.6 ZB എന്നുള്ള അവസ്ഥയിലാവുന്നില്ല. ഒരു ZB എത്ര അറിയാം നമുക്ക്? ഒരൊറ്റ ZB ഒരു ZB ഞാൻ അതിൽ കൊടുത്തില്ല. ഏകദേശം 1.07 ബില്യൺ, മില്യൺ അല്ല ബില്യൺ, 1.07 ബില്യൺ ടെറാബൈറ്റ്സ് TB ആണ്. നമ്മൾ കേട്ടത് മാക്സിമം TB ആയിരിക്കും. GB കഴിഞ്ഞ് ഇപ്പോഴത്തെ ലാപ്ടോപ്പിലും ഇതിലൊക്കെ TB കണക്കിലാണ്. അപ്പോൾ TBയിലായിരിക്കും നമ്മൾ കേട്ടത്. ഈ TBയും കഴിഞ്ഞ് പിന്നെ PB കഴിഞ്ഞ് പിന്നെയാണ് എന്താണ് കുറേ കഴിഞ്ഞിട്ടാണ് ZB വരുന്നത്. ഇതാണ് നമ്മൾ ഇതിലെത്തി. ഏത് എന്തായാലും പഠിച്ച് അവസാനം ഓക്കെ ZB എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, അല്ല അത്രത്തോളം സ്റ്റോറേജ് ഉണ്ടെന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഭയങ്കര സ്റ്റോറേജാണ്, ചെറിയ സ്റ്റോറേജ് അല്ല. ഇത്ര തന്നെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതൊന്നും അല്ല, നമ്മളെ പഠനം കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതൊന്നും അല്ല കേട്ടോ ഇനിയുണ്ട് പറയും, ഇങ്ങനെ എത്തിക്കാത്ത. അപ്പം ഇപ്പം തന്നെ എത്ര എത്തിയെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ അത്യാവശ്യം ജീവിതം റെക്കോർഡ് ചെയ്യാനുള്ള സാധനം കയ്യിലായി. കാരണം ഇത് റെക്കോർഡ് ചെയ്യൽ കോഡായിട്ടാണ്. DNA എന്താ സംഗതി ഉള്ളത്? എല്ലാം കോഡായിട്ടുള്ള. അപ്പോൾ ഈ കോഡായിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതൊന്നും ആവശ്യമില്ല. എന്തിനാണ് ഇത്ര സൈസ് എന്നുള്ളതാണ്. ഇത്ര സൈസൊന്നും ആവശ്യമില്ല. ഇതെത്രയും കംപ്രസ് ചെയ്ത് കോഡ് ചെയ്യാം. എന്തും പഠിച്ചവൻ എന്തും സംഭവിക്കും, എന്തും ചെയ്യാം, നമ്മൾ സംഭവിപ്പിക്കാം, എന്തും ആക്കാം. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല. അപ്പം ഇതാണ് ഒരു ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അയ്യുഹിയൽ മൗത. ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച്, അതായത് ഒരൊറ്റ നമ്മൾ ഈ ഒരു സെല്ലിൻ്റെ ഒരു സംഗതി മാത്രം എടുക്കുകയാണ്. ഈ സെല്ലിൻ്റെ ഈ കോശത്തിൻ്റെ ഒരു സാമ്പിൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ആ പടച്ചോന് വീണ്ടും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വല്ല പ്രയാസമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു ചിന്ത, ചെറിയൊരു ഐഡിയ ഒന്നതാണ്. അപ്പോൾ ആ ഐഡിയ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറഞ്ഞോളൂ. കാരണം മനുഷ്യ ശരീരത്തിൽ ഖുർആനിൽ മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ പറയുന്നിടത്ത് പലയിടത്തും സെല്ലുകളെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഏരിയകളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ എന്താ പറയുക സൈഗോട്ട് ഇങ്ങനത്തെ ഓരോ ഇത്, അല്ലെങ്കിൽ നിങ്ങളൊന്നും ആയിരുന്നില്ല എന്നുണ്ടല്ലോ, നിങ്ങൾക്കൊരു കാലം ഉണ്ടായിരുന്നില്ലേ? ഖുർആനിൽ എവിടെയാണ് പറഞ്ഞത്? സൂറത്ത് ഇൻസാനിൽ അല്ല അതിന് മുമ്പ് അല്ലത്താൽ ഇൻസാനി ഹീനും മിനദരി ലഹും ലം യകുൻ ഷൈഅൻ മദ്കൂറ. അതായത് നിങ്ങൾ പറയപ്പെടുന്ന ഒരു വസ്തുവേ ആയിരുന്നില്ല. ഒരു ബേസായിട്ട് പറയാം, മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ബേസ് എന്നുള്ള സെല്ലാണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞത്. നിങ്ങൾക്ക് ഷൈഅൻ മദ്കൂറ ഒന്ന് റിമെമ്പർ ചെയ്യേണ്ട അല്ലെങ്കിൽ പറയപ്പെടുന്ന ഒരു വസ്തു വരുന്നില്ല. അതായത് ഈ സെല്ലിൻ്റെ ഫസ്റ്റ് സ്റ്റേജില്ലേ, സെല്ലിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് ഒക്കെ പറയുമല്ലോ. അല്ലെങ്കിൽ ഹാപ്ലോയിഡ് സെൽസിന് ഒരിക്കലും ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സാധനം എന്ന് പറയില്ല, ഒരു വസ്തു എന്ന് പറയാനായില്ല. നമ്മളെ കണക്കിൽ തന്നെ വസ്തു എന്ന് പറയില്ല. വസ്തു ആവണമെന്നുണ്ടെങ്കിൽ എന്തിനും കുറച്ചുകൂടി സ്റ്റേജ് കിടക്കണം. ആ സ്റ്റേജ് എത്താത്ത അതിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൻ്റെ വലിയൊരു അത്ഭുതമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾക്കിങ്ങനെ ഒരു ലോജിക്ക് തന്നു. നാളെ പരലോകത്തിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി കുറേ കേട്ടോ. ഞാൻ എല്ലാം കൂടി ഇനി ബാക്കി ചർച്ചകളൊക്കെ വരുമ്പം അതിൽ സംസാരിക്കുക ചെയ്യാൻ തൽക്കാലം അവസാനിപ്പിക്കുക. നമ്മൾക്കിങ്ങനെ ഒരു ലോജിക്ക് തന്നു. നാളെ മരണപ്പെട്ടതിന് ശേഷം നിങ്ങളെ ജീവിപ്പിക്കാൻ ഇങ്ങനെ നിങ്ങളെ സൃഷ്ടിച്ച പടച്ചോന് സാധിക്കൂലേ എന്നുള്ളത്. അത് ഓരോ നമ്മളെ മനുഷ്യരത്തിനെ കുറച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവും. അപ്പോൾ നമ്മളെ ഇതില്ലേ ഉമ്മിനീരില്ലേ, ഉമ്മിനീര് മനുഷ്യ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? എത്ര ഉമ്മിനീര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു മനുഷ്യൻ്റെ ലൈഫ് ടൈം എടുത്ത് നോക്കിയാൽ എത്ര ഉമ്മിനീര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഈ സ്വിമ്മിംഗ് പൂളില്ലേ, സ്വിമ്മിംഗ് പൂൾ എത്രയോ പ്രാവശ്യം നടക്കാനുള്ള ഉമ്മിനീര് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത്. അത്രത്തോളം ഇത് ഒരാളെ തൊള്ളേന്നായി വരണേ. ഒരു സ്വിമ്മിംഗ് പൂൾ നടക്കാൻ പറ്റുന്ന അത്രത്തോളം ഉമ്മിനീര് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണത്. അതിനേക്കാളും എത്രയോ ഇരട്ടി ഓരോന്നും. അങ്ങനെ നമ്മളെ ബ്രെയിനിൻ്റെ പ്രത്യേകതകൾ, പിന്നെ അതേപോലെ കാഴ്ച, തൊലികൾ എല്ലാം 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 അങ്ങനെ മനുഷ്യരത്തിലെ. സോ അങ്ങനെ നമ്മൾ സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ച് പഠിക്കാൻ ഈ ഒരു ലോജിക്കാണ് നമ്മൾക്ക് തന്നത്. ബാക്കിയുള്ള ആൾക്കാരോട് എന്താ പറയേണ്ടത്? നമുക്ക് ഒന്നത് പഠിക്കാൻ പറയണം. ഇത് പഠിച്ചിട്ടും ബോധ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? ഇതും പഠിക്കാൻ പറയാം, എന്നിട്ട് ബോധ്യപ്പെട്ടില്ല എന്താ പറയേണ്ടത്? ഖുർആനിൽ പറയേണ്ടത് നമ്മളെ അമാനിമൂലയുടെ തഫ്സീറിലൊക്കെ ഒരു കവിത ഉദ്ധരിച്ചാണ്. ഖാലൽ മുനജ്ജിമു വത്തബീബു കിലാഹുമാ ലയഹ്ശരിൽ അംവാത ഖുൽത ഇലൈകുമാ ഇൻ സഹ ഖൗലുകുമാ ഫലസ്തു ബിഖാസിരിൻ ബൽ സഹ ഖൗലി ഫൽ ഖിസാറു അലൈകുമാ. മനസ്സിലായോ? ഖാലൽ മുനജ്ജിമു വത്തബീബു,
ഈ സാധാരണ ഈ പുനരുദ്ധാരണ ദിവസത്തിന് നാളിനെയും പിന്നെ എന്താ പറയുക മറ്റുള്ള കാര്യങ്ങളെയും മനുഷ്യ ബോഡിയെക്കുറിച്ചൊക്കെ പറയാൻ യോഗ്യരാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ജ്യോത്സ്യന്മാരും പിന്നെ ഡോക്ടേഴ്സൊക്കെയാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടരൊക്കെ കൂടെ അപ്പോൾ ഇവർ പറയുന്നത് നാളെ നിങ്ങൾ മരിച്ചാൽ പിന്നെ ഒരു ലോകമൊന്നും വരാനില്ല അങ്ങനെ പറയും. ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും അത് പറയും ഒന്നുമില്ല, നാളെ ഇനി ഒരുമിച്ച് കൂട്ടുന്നില്ല. അപ്പം പറയേണ്ടതാണ് ഇൻസഹ ഖൗലുകുമാ ഫലസ്തു ബിഖാസിരിൻ, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലം, ഞാൻ നല്ല ആൾക്കാർ ജീവിച്ച് ഞാൻ കുറേ നല്ല കാര്യം ചെയ്തു, എന്നെ പറ്റി ആൾക്കാർ ഓർക്കും. ബൽ സഹ ഖൗലി, നിൻ്റെ കാര്യം ശരിയാ, ഞാൻ പറഞ്ഞ ശരിയാണെന്നുണ്ടല്ലോ ഫൽ ഹിസാർ വലിക്കുമോ, കൂടും അത്രേ ഉള്ളൂ, നല്ല കൂടും. അപ്പം ഇതാണ് ഇതിനെ പറ്റിയുള്ള ചെറിയൊരു ഇത് സ്പാർക്ക് മാത്രം ഇട്ടെന്നാണ്. ഞാൻ കുറേ ഡീറ്റെയിൽഡായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല, കുറേ തിരക്കിലായിരുന്നു. എങ്കിൽ പോലും ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കാം. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ചകളായിട്ട് ചോദ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാമെന്ന് ചോദിച്ചാൽ ശരിക്കും വിചാരിച്ച വിഷയം വേറെ ആയിരുന്നു കേട്ടോ. മൻസൂറക്കനോടൊക്കെ പറയുന്നത് ലഹരിയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയുണ്ട്. ഖുർആൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ പലതിനുണ്ടാവുമല്ലോ. അപ്പോൾ ഏറ്റവും ഭയങ്കര രസകരമായിട്ടുള്ള സാധനം ലഹരിയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചോന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതല്ല ഒരു നിലക്കും പറഞ്ഞല്ല, ക്ലൂ പറഞ്ഞല്ല. അപ്പോൾ നിങ്ങൾ ആ ക്യൂരിയോസിറ്റി പോകും. അപ്പോൾ അതിനൊക്കെ ഒരു ഇതായില്ലേ, അത് കുറച്ചുകൂടി രസമാട്ടോ. അതിൽ കുറച്ച് ഇൻഷാ അല്ലാഹ് കുറച്ച് രസകരമായ കഥകളും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട കുറേ അനുഭവങ്ങളും എന്താ പറയുക ഈ ഡ്രഗ്സ് ഉപയോഗിച്ച ആൾക്കാരെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടുള്ള ബാക്കി ഇൻഷാ അല്ലാഹ് നമ്മളെ വിഷയത്തിൽ ഇറക്കട്ടെ. ഏതായാലും ഇതാണ് നമ്മൾ ചോദ്യം, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അയ്യുഹിയൽ മൗത എന്ന് നമ്മൾ ചോദിക്കും. ഇതേപോലെ നമ്മളൊരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഈ സെട്ടിപ്പിന് ശേഷം നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക. അപ്പോൾ ഇത് നമ്മളെ ശരീരത്തിലെ സെല്ലിനെയും DNA കുറിച്ച് പഠിക്കും മാത്രം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഇത് വെറുതെ ഉണ്ടാക്കിയല്ല എന്നും പറയേണ്ടതാണ് എന്നുള്ള പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് നമ്മളെ ചർച്ച ഉണ്ടെങ്കിൽ. അസ്സലാമു അലൈക്കും.